പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നിന്റെ കഷ്ടതകളിൽ നീ ആരുടെ മുഖമാണ് കാണുന്നത്? ആരുടെ സ്വരമാണ് കേൾക്കുന്നത്? എന്താണ് ചോദ്യം? നിന്റെ കഷ്ടതകളിൽ നീ ആരുടെ മുഖമാണ് കാണുന്നത്? ആരുടെ സ്വരമാണ് കേൾക്കുന്നത്? നമുക്ക് കഷ്ടതകളുണ്ടോ? ഉണ്ടോ? അതേ ഉള്ളു. അപ്പോൾ വചനം പറയാണ്, അവിടുന്ന് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് ഒരു നാളും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ അവിടുത്തെ മുഖം ദർശിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ കഷ്ടതകളുടെ നടുവിൽ നമ്മൾ ആരുടെ മുഖമാണ് അന്വേഷിക്കേണ്ടത്? കർത്താവിൻ്റെ മുഖമാണ് അന്വേഷിക്കുന്നത്. നമ്മൾ കഷ്ടതകളുള്ളപ്പോൾ മുഖം മറച്ചു പിടിക്കുന്നവനല്ല ദൈവം. ചില ആളുകൾ അങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കഷ്ടതകൾ വരുമ്പോൾ അവരെ കാണുകയില്ല. പ്രയാസങ്ങളുള്ളപ്പോൾ ഈ മനുഷ്യരെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷെ കർത്താവ് അങ്ങനെയല്ല. നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ അവിടുന്ന് തൻ്റെ മുഖം നമുക്ക് വേണ്ടി കാണിച്ചു തരും. അതാണ് ഈശോയുടെ തിരുമുഖം. പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയവൻ്റെ മുഖം നമ്മുടെ കഷ്ടതകളുടെ ഇടയിൽ അവിടുന്ന് നമുക്ക് കാണിച്ചു തരികയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. രണ്ടാമതായി അവിടുന്ന് പറയാണ്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, ഏത് സമയത്ത്? കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ഒക്കെ കുടിച്ചിരിക്കുന്നൊരു സമയത്ത് നമുക്ക് ബോധമില്ലല്ലോ, പ്രയാസങ്ങളല്ലേ, മനസ്സ് തകർന്നിരിക്കുകയല്ലേ. അപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടാണോ എങ്ങോട്ടാണോ തിരിയേണ്ടത് എന്നറിഞ്ഞുകൂടാ. മുമ്പിലോട്ടാണോ പുറകിലോട്ടാണോ പോകേണ്ടതെന്നറിഞ്ഞുകൂടാ. ജീവിക്കണോ മരിക്കണോ എന്നറിഞ്ഞുകൂടാ. അതാണ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എന്ന് പറയുന്നത്. ഏത് കാര്യം ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നറിഞ്ഞുകൂടാ. എന്ത് തീരുമാനമെടുക്കണമെന്നറിഞ്ഞുകൂടാ. അപ്പോൾ നിന്റെ പിറകിൽ നിന്ന് നീ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ചോദ്യം അതല്ല, കർത്താവ് നിന്നോട് സംസാരിക്കുന്നുണ്ട്. നീ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നുണ്ടോ? കഷ്ടതകളുടെ നടുവിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ തന്നെ ഇങ്ങനെ ആദി പിടിച്ചുകൊണ്ടിരിക്കും. അയ്യോ അല്ലേ, അയ്യോ പത്തോ എന്ന് നമ്മുടെ മനസ്സിങ്ങനെ ആദി പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിശബ്ദതയിൽ, നമ്മുടെ ഉള്ളിൽ ഒച്ചപ്പാടാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്ന സ്വരം നമുക്ക് കേൾക്കാൻ പറ്റാതെ പോകാൻ സാധ്യതയുണ്ട്. കർത്താവ് ഇന്നലെ ഒരു മകള് ഭയങ്കര വിഷമിച്ച് ഒരു കാര്യം പറഞ്ഞു. അപ്പം അച്ഛൻ ചോദിച്ചു, മോളെ നമ്മുടെ 33 പ്രാവശ്യം ചൊല്ലുന്ന പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ? അയ്യോ അച്ഛ, അത് ചൊല്ലുന്നില്ല. ശരി പോട്ടെ. 101 പ്രാവശ്യം ഈശോയേന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല അച്ഛ, അത് ചെയ്യുന്നില്ല. കൊന്ത എല്ലുന്നുണ്ടോ? അത് ചില സമയം കിട്ടും. ആഹാ. അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ, പിന്നെ കുർബാനയുടെ കാര്യം ചോദിച്ചില്ല, അതിൽ വെച്ച് നിർത്തി. അപ്പോൾ കർത്താവിൻ്റെ കഷ്ടതയുടെ നടുവിൽ, ക്ലേശത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ മുഖം കാണണമെങ്കിൽ, കർത്താവിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കണം? നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണം, ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ഈ ആഗമന കാലത്തിൻ്റെ ഈ 6-ാം ദിവസം, ഇന്ന് ഡിസംബർ 6-ാം തീയതി, കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് തൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ, തൻ്റെ മുൻപിലായിരിക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. പുൽക്കൂടിൻ്റെ മുൻപിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഉണ്ണീശോയുടെ മുൻപിലായിരിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നു. നമ്മൾ അവിടുത്തെ മുഖം ദർശിക്കും, നമ്മൾ അവിടുത്തെ സ്വരം കേൾക്കുകയും ചെയ്യും. കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കഷ്ടതകളുടെയും ക്ലേശങ്ങളുടെയും നടുവിൽ കർത്താവിൻ്റെ മുഖമന്വേഷിക്കാതെ പോയ സമയങ്ങളെ ഓർത്തും അവിടുത്തെ സ്വരം കേൾക്കാൻ നമ്മൾ തന്നെ നിശബ്ദരാകാതിരുന്ന സമയങ്ങളെ ഓർത്തും അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം.
ഈശോയേ 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.